ഹലോ എവറി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. അപ്പോൾ ക്വിക്ക് റിവ്യൂവിൽ നമ്മൾ ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാർച്ച് 1 to 5 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയേഴ്സ് ആണ്. അപ്പോൾ മാർച്ച് 1 to 5 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ നമുക്കൊരു വൺ ലൈനർ ഫോമിൽ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് ഇന്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അപ്പോയിൻമെന്റ്സ്, റെസിഗ്നേഷൻസ്, അവാർഡ്സ്, ഡിഫൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഒബിച്വറി, സ്പോർട്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ന്യൂസുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും അതേപോലെ തന്നെ നമുക്ക് റിവിഷൻ നടത്താനും അത്യാവശ്യം നല്ല രീതിയിൽ സഹായകരമാകുന്നതാണ് ഇങ്ങനെ കാറ്റഗറി വൈസ് നമ്മൾ തിരിച്ചു പഠിക്കുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് ആ മാർച്ച് 1 to 5 ന്യൂസ് ഒന്ന് നോക്കിപ്പോകാം. ആദ്യം നമുക്ക് ഇന്റർനാഷണൽ ന്യൂസുകൾ നോക്കാം. ഇന്റർനാഷണൽ ന്യൂസുകൾ നോക്കുമ്പോൾ ഫസ്റ്റ് ന്യൂസ് ഇതാണ്. റീസെൻ്റ്ലി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ, സോ ഷീ ഈസ് ദ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ, അറ്റൻഡ്സ് വിർച്വൽ G20 ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്. അതായത് G20 ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ്, ഒരു രാജ്യത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സും അതേപോലെ തന്നെ അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സുമായിട്ടുള്ള ഒരു G20 മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ആണ്. അപ്പൊ വിച്ച് കൺട്രി കറന്റ്ലി ഹാവ് ദ ചെയർ ഓഫ് G20? G20യുടെ കറന്റ് ചെയർ ആയിട്ടുള്ള കൺട്രി ഏതാണ് എന്നാണ് ചോദ്യം. ഇറ്റലിയാണ് G20യുടെ കറന്റ് ചെയർ ആയിട്ടുള്ള ആ ഒരു രാജ്യം. അപ്പം ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ആ G20 ഫൈനാൻസ് മിനിസ്റ്റേഴ്സിൽ കൂടിയത്. അപ്പം ഓർമ്മയിരിക്കണം, അതായത് ഏത് കൺട്രിയാണ് G20 കറന്റ്ലി ഹോസ്റ്റ് ചെയ്യുന്നത്? ഇറ്റലിയാണ് കറന്റ്ലി G20 ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിൽ ഇനാഗുറേറ്റ് മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021. സുഹൃത്തിരിക്കുക, മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021 ഓൺ 2 March ത്രൂ വീഡിയോ കോൺഫറൻസിങ്. സോ കോവിഡ് ആയതുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് സമ്മിറ്റ് എല്ലാം നടക്കാറ്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പാർട്ട്ണർ കൺട്രി ഓഫ് ദി സമ്മിറ്റ്? പാർട്ട്ണർ കൺട്രി ഓഫ് ദി സമ്മിറ്റ്, ഏത് സമ്മിറ്റിന്റെ? മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021, അതായത് നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്യുന്ന മാരിടൈം ഇന്ത്യ സമ്മിറ്റിന്റെ പാർട്ട്ണർ കൺട്രി ഏതാണെന്നാണ് ചോദ്യം. ഡെൻമാർക്ക് ആണ് ആ ഒരു പാർട്ട്ണർ കൺട്രി. അതായത് മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021ന്റെ പാർട്ട്ണർ കൺട്രി ആയിട്ട് വരിക ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രിയാണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. റീസെന്റ് Nicolas Sarkozy, so Nicolas Sarkozy, പേരൊക്കെ ഓർത്തിരിക്കുക, has been convicted for corruption. So corruption convict ചെയ്തു. So he served as the president of which country? അദ്ദേഹം ഏതോ ഒരു കൺട്രിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ആ നിക്കോളാസ് സാർക്കോസി എന്ന് പറയുന്ന ആള് ഈയിടെ കറപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കൺവിക്റ്റഡ് ആയി. സോ അയാൾ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? സോ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിരുന്നു നിക്കോളാസ് സാർക്കോസി എന്ന് പറയുന്നത്. സോ പേര് ഓർത്തിരുന്നോളുക. നാലാമത്തത്, which of the following country has imposed fresh sanctions against Russia over the Navalny issue? So Navalny issue എന്ന് പറയുന്നൊരു ഇഷ്യൂ ഉണ്ട്. So which of the following country has imposed fresh sanctions against Russia? റഷ്യക്ക് എഗൻസ്റ്റ് ആയിട്ട് സാങ്ഷൻസ് ചെയ്ത ഏത് കൺട്രി ആണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇഷ്യൂ ഏതാണ്? നവാൽനി ഇഷ്യൂ ആണ്. സോ ഈ നവാൽനി ഇഷ്യൂവിന് റഷ്യക്ക് എതിരായിട്ട് സാങ്ഷൻ ഇമ്പോസ് ചെയ്തത് ഏത് രാജ്യമാണ്? സോ ഇറ്റ്സ് US. നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. റഷ്യയുടെ ചില വൈരികളാണ് US എന്ന് പറയുന്നത്. അപ്പം ആ US ആണ് റഷ്യക്ക് എതിരായിട്ട് ഈ നവാൽനി ഇഷ്യൂവിൽ സാങ്ഷൻസ് കൊണ്ടുവന്നത്. സോ അഞ്ചാമത്തത്, റീസെന്റ് യൂണിയൻ ക്യാബിനറ്റ് അപ്രൈസ്ഡ് ഓഫ് ദി സൈനിങ് ഓഫ് MOUs. ഒരു MOUനെ ബേസ് ചെയ്താണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി ഇൻ ദ ഫീൽഡ് ഓഫ് റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ. സോ റിന്യൂവബിൾ എനർജിയുടെ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഇന്ത്യ ഏതോ ഒരു രാജ്യമായിട്ടൊരു MOU സൈൻ ചെയ്തു. അത് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ് ആ രാജ്യം. നമ്മൾ ഇതിന്റെ മുന്നേ ഫ്രാൻസിനെ കറസ്പോണ്ട് ചെയ്ത് വേറൊരു ന്യൂസ് പറയാനാണ്. അപ്പൊ ഫ്രാൻസിനെ സംബന്ധിച്ച് 2 ന്യൂസുകൾ ഇന്റർനാഷണൽ കാറ്റഗറിയിൽ മാർച്ച് 1 to 5 ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ, അവിടുത്തെ ഒരു കറപ്ഷനിൽ കൺവിക്ട് ആയ ഒരു പ്രസിഡന്റിനെ പറ്റിയിട്ടും, രണ്ടാമത്തേത് റിന്യൂവബിൾ എനർജി കോർപ്പറേഷന് വേണ്ടിയിട്ട് ഇന്ത്യ സൈൻ ചെയ്ത MOUനെ പറ്റിയിട്ടുമാണ്. അപ്പൊ ഫ്രാൻസിനെ പറ്റിയിട്ട് 2 ന്യൂസുകൾ ഉണ്ട്, ഓർത്തിരുന്നോളുക.
സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നാഷണൽ ന്യൂസിലേക്ക് വരുവാണെങ്കിൽ ഇൻ ഫെബ്രുവരി 2021 സാരാസ് ആജീവിക മേള. സോ ഒരു മേളയാണ്, ഓർത്തിരുന്നോളുക. സാരാസ് ആജീവിക മേള വാസ് ഓർഗനൈസ്ഡ് ഇൻ വിച്ച് പ്ലേസ്? എവിടെയാണ് ഇത് ഓർഗനൈസ് ചെയ്തത് എന്നാണ് ചോദ്യം. നോയിഡയിലാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. സോ സാരാസ് ആജീവിക മേള ഓർഗനൈസ്ഡ് ഇൻ നോയിഡ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, Kanya Putri is an old doll making tradition. So it's an old doll making tradition which signifies the importance and prestigious place of women in the society. So അതൊരു എന്താ പറയുന്നത് ഓൾഡ് ഡോൾ മേക്കിംഗ് ട്രഡീഷൻ ആണ്. അത് നമ്മുടെ സൊസൈറ്റിയിലെ വുമന്റെ ഇമ്പോർട്ടൻസും പ്രസ്റ്റീജും ഒക്കെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ട്രഡീഷൻ ആണ് ഈ കന്യാപുത്രി എന്നാണ് അതിന്റെ പേര്. സോ കന്യാപുത്രി. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ഈ ഒരു ട്രഡീഷൻ ഉള്ളത്? അതായത് കന്യാപുത്രി എന്ന് പറയുന്ന ഈ വുമനിന്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ പ്രസ്റ്റീജും ഒക്കെ സിഗ്നിഫൈ ചെയ്യുന്ന ഈ ഒരു ഡോൾ മേക്കിംഗ് ട്രഡീഷൻ ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതിന്റെ ഉത്തരമാണ് ബീഹാർ. സോ ബീഹാർ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കന്യാപുത്രി എന്ന് പറയുന്ന ഈ ഒരു ട്രഡീഷൻ നിൽക്കുന്നത്. ഓർത്തിരുന്നോളുക, കന്യാപുത്രി റിലേറ്റഡ് ടു ബീഹാർ. സോ തേർഡ് ക്വസ്റ്റ്യൻ, under its waste to wealth mission. So waste to wealth mission, office of the principal scientific advisor to the government of India. So idana sambhavam. Office of the principal scientific advisor to the government of India has recently launched a fellowship. So ഒരു ഫെലോഷിപ്പിനെ പറ്റി പറയുന്നതാണ്. സോ നെയിം ദ ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പിന്റെ നെയിം ആണ് സ്വച്ഛത സാരഥി എന്ന് പറയും. സ്വച്ഛത സാരഥി, അതായത് വേസ്റ്റ് ടു വെൽത്ത് മിഷൻ ആണ് സ്വച്ഛത സാരഥി. അപ്പൊ ആ പേര് ഓർത്തിരുന്നാൽ മതി. വേസ്റ്റ് ടു വെൽത്ത് മിഷൻ എന്ന് നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ വേസ്റ്റ് ടു വെൽത്ത് മിഷൻ എന്നുള്ള ആ ഒരു ടാഗ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ സ്വച്ഛത സാരഥി എന്നുള്ളതും ഓർത്തിരുന്നോളുക. ഇത് കൊണ്ടുവന്നത് അതായത് ഓഫീസ് ഓഫ് ദി പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പം പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറിന്റെ ഓഫീസ് എന്ന് ആലോചിച്ചാൽ മതി. ജിഒയുടെ ബേസിസിലുള്ള ഓഫീസാണ്. അപ്പൊ അവരാണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ളതൂടെ ഇതിന്റെ കൂടി ഓർത്തിരിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, who has recently launched Sugamya Bharat app? Sugamya Bharat app and handbook entitled Access the Photo Digest. അതിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്, അതിന്റെ പേരാണ് ആക്സസ് ദ ഫോട്ടോ ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സുഗമ്യ ഭാരത് ആപ്പ് ആണ് നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത്. അത് റീസെന്റ് ലോഞ്ച് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. യൂണിയൻ മിനിസ്റ്റർ താവർ ചന്ദ് ഗെഹ്ലോട്ട് ആണ് ഈ ഒരു ഹാൻഡ് ബുക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്പും സുഗമ്യ ഭാരത് ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ആ ഹാൻഡ് ബുക്കിന്റെ ടൈറ്റിൽ ഒന്ന് ഓർത്തോളുക, ആക്സസ് ദ ഫോട്ടോ ഡൈജസ്റ്റ് എന്നാണ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, നമ്മളിത് പലതവണ റിവിഷൻ ചെയ്യുമ്പോൾ ഈ പേര് ഓർത്തിരുന്നോളും. സോ അഞ്ചാമത്തെ ന്യൂസ്, India has nominated whom to develop West Container Terminal WCT at the Colombo port. അപ്പൊ ഇന്ത്യ ആരെയോ നോമിനേറ്റ് ചെയ്തു. എന്തിനാ? ഒരു WCT വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ കൊളംബോ പോർട്ടിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യ ആരെയോ നോമിനേറ്റ് ചെയ്തു. സോ ആരെയാണ് നോമിനേറ്റ് ചെയ്തത്? ഇറ്റ്സ് അദാനി പോർട്സ്. അദാനി പോർട്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യ നോമിനേറ്റ് ചെയ്തത്. എന്തിന്? കൊളംബോ പോർട്ടില് വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്. സോ ഓർത്തിരുന്നോളുക, വെസ്റ്റ് കണ്ടെയ്നർ WCT ഡെവലപ്പ് ചെയ്യാൻ കൊളംബോ പോർട്ടിൽ അദാനി പോർട്സിനെയാണ് ഇന്ത്യ നോമിനേറ്റ് ചെയ്തത്. സോ ആറാമത്തെ ന്യൂസ്, അക്കോർഡിംഗ് ടു എ റീസെന്റ് അനൗൺസ്മെന്റ് ബൈ ദ റെയിൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദ എൻറ്റയർ റെയിൽ നെറ്റ്വർക്ക് ഇൻ ദ കൺട്രി വിൽ ബി ഫുള്ളി ഇലക്ട്രിഫൈഡ് ബൈ വിച്ച് ഇയർ? നമുക്കൊരു ഇയർ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ടാർഗറ്റ്. സോ ഈ ഒരു എല്ലാ നെറ്റ്വർക്കും, അതായത് ഇലക്ട്രിക് നെറ്റ്വർക്ക്, നമ്മുടെ ട്രെയിൻ പോകുമ്പം ഇലക്ട്രിക് നെറ്റ്വർക്ക് ഉണ്ടല്ലോ മുകളിലൂടെ, സോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ ഫുൾ ആയിട്ട് ദ എൻറ്റയർ റെയിൽ നെറ്റ്വർക്ക് ഇൻ ദ കൺട്രി വിൽ ബി ഫുള്ളി ഇലക്ട്രിഫൈഡ്. എല്ലാം ഇലക്ട്രിഫൈ ചെയ്യുന്നത് ഏത് ഇയറിലേക്കായിരിക്കും എന്നാണ്? 2023 കൂടിയിട്ടാണ് റീസെന്റ് അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് ഫ്രം ദി റെയിൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പൊ ആലോചിച്ചോളുക, എല്ലാ ട്രെയിനും 2023 മുതൽ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചായിരിക്കും ഓടുക. സോ ഏഴാമത്തെ ന്യൂസ്, which of the following is the first railway station in Maharashtra to be awarded with gold certification? So important news ആണ്. ഒരു റെയിൽവേ സ്റ്റേഷന് ഗോൾഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ആസ് പെർ CII's ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ റേറ്റിംഗ്. സോ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ റേറ്റിംഗ്സിൽ ഗോൾഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലുണ്ട്. അതേത് റെയിൽവേ സ്റ്റേഷൻ ആണ്?
ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനസ് ആണ് ആ റെയിൽവേ സ്റ്റേഷൻ. സോ ഇറ്റ്സ് ഇൻ മഹാരാഷ്ട്ര. ചിലപ്പോൾ അത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല, അത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പൊ മഹാരാഷ്ട്രയാണ്. സർട്ടിഫിക്കേഷൻ ഏതാണ്? ഗോൾഡ് സർട്ടിഫിക്കേഷൻ ആണ്. ഏത് റേറ്റിംഗ് ആണ്? ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന്റെ റേറ്റിംഗ് ആണ്. സോ ഇത് ഓർത്തിരുന്നോളുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ ഇത്രയുമാണ് നമുക്ക് നാഷണൽ ന്യൂസിന്റെ ലിസ്റ്റിംഗ്സിൽ ഈ ഒരു ടൈമിൽ, അതായത് മാർച്ച് 1 to 5 ഇടയ്ക്ക് നാഷണൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ന്യൂസുകൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്സ് ന്യൂസിലേക്ക് വരാം. സോ ആറ്റുകാൽ പൊങ്കാല ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? നമ്മൾ കേരളത്തിലുള്ളവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണെന്നുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ന്യൂസ്. സോ സെക്കൻഡ് ന്യൂസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് അപ്രൂവ്ഡ് എ ബിൽ that reserves 75% of the private sector jobs with gross salary up to 50,000 per month for the people of the state? വളരെ നല്ല ഒരു ഡിസിഷൻ, ഒരു ബില്ലാണ്. എന്താണ്? 75% പ്രൈവറ്റ് സെക്ടർ ജോബ്സിൽ 50,000 രൂപ വരെയുള്ള ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് സെക്ടർ ജോബ്സിന്റെ 75% റിസർവേഷൻ കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹരിയാനയാണ് ആ ഒരു സ്റ്റേറ്റ്. അപ്പം ഹരിയാനയിലുള്ളവർക്ക് എന്താണ്, ആ ഒരു സ്റ്റേറ്റിലെ പ്രൈവറ്റ് സെക്ടർ ജോബ്സ് 50,000 രൂപ വരെ സാലറി ഉള്ള പ്രൈവറ്റ് സെക്ടർ ജോബിൽ 75% റിസർവേഷനും ഈ ഒരു സ്റ്റേറ്റിലുള്ളവർക്കാണ്. അപ്പൊ അത് ഏത് സ്റ്റേറ്റ് ആണ്? ഹരിയാനയാണ്. നല്ല ഒരു ഡിസിഷൻ ആണ് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ മൂന്നാമത്തെ ന്യൂസ്, ദ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൺഫേംസ് which state as the venue, എന്തിന്റെ വെന്യൂ, for the forthcoming Hero Indian Women's League edition? So Hero Indian Women's League 2020-21 എഡിഷന്റെ വെന്യൂ ആയിട്ട് കൺഫേം ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഈ ഒരു വെന്യൂ നിശ്ചയിച്ചത് അല്ലെ കൺഫേം ചെയ്തത്. അപ്പൊ ഒഡീഷയാണ് ഈ വിമൻസ് ലീഗ്, ഹീറോ ഇന്ത്യൻ വിമൻസ് ലീഗ് 2020-21 വെന്യൂ എന്ന് പറയുന്നത്. നാലാമത്തെ ന്യൂസ്, ദ ഇന്ത്യൻ ഡെഫ് ക്രിക്കറ്റ് അസോസിയേഷൻ, സോ ഡെഫ് ക്രിക്കറ്റ് അസോസിയേഷനെ പറ്റിയിട്ടാണ്, ഈസ് ഓർഗനൈസിംഗ് ദ സെക്കൻഡ് ODI നാഷണൽ സോൺ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, സോ വൺ ഡേ ഇന്റർനാഷണൽ. അത് ഏത് സ്റ്റേറ്റിലാണ്? അപ്പൊ ഡെഫ് ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് അവരുടെ രണ്ടാമത്തെ ODI നാഷണൽ സോൺ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ലീഗ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഡെഫ് ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്കൻഡ് വൺ ഡേ ഇന്റർനാഷണൽ നടക്കുന്നത്. സോ അഞ്ചാമത്തെ ന്യൂസ്, which of the following state or UT has topped the medals tally in the second edition of Khelo India Winter National Games? So Khelo India Winter National Games ne പറ്റിയിട്ടാണ് ഓർത്തിരിക്കുക. Khelo India Winter National Games ne പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതിലെ ഏത് സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് ആ മെഡൽസ് ടാലിയിൽ, സെക്കൻഡ് എഡിഷന്റെ മെഡൽസ് ടാലിയിൽ ടോപ്പിൽ വന്നിരിക്കുന്നതാണ് ചോദ്യം. ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഈ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ UT എന്തിന്റെ, ഖേലോ ഇന്ത്യ വിന്റർ നാഷണൽ ഗെയിംസിന്റെ മെഡൽസ് ടാലിയിൽ, സെക്കൻഡ് എഡിഷന്റെ മെഡൽസ് ടാലിയിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. സോ ആറാമത്തത്, ഇൻ മാർച്ച് 2020 വിച്ച് പ്ലേസ് ഹോസ്റ്റഡ് എ 3-day കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് 1? സോ കോൺഫറൻസ് 1 എന്ന് ഓർത്തിരിക്കുക. സോ 3-day കമ്പൈൻഡ് കമാൻഡേഴ്സിന്റെ കോൺഫറൻസ് 1 എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണ് അത് ഹോസ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. അത് മാർച്ചിലാണെന്ന് പറയുന്നുണ്ട്. സോ വിച്ച് പ്ലേസ് ഹോസ്റ്റഡ് എ 3-day കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് 1? ഇറ്റ്സ് കേവാദിയ. അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ് കേവാദിയ എന്ന് പറയുന്നത്. സോ അവിടെയാണ് ഈ 3-day കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തത് എന്നാണ് 6th ക്വസ്റ്റ്യൻ. ഏഴാമത്തത്, റീസെന്റ് ഗറോക്കി പേച്ചൻ ചേലിക് നാം, സോ ഇതൊരു ടാഗാണ്, സ്കീം, ഇതൊരു സ്കീമാണ്, ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരു സ്കീം കൊണ്ടുവന്നത്? ഏത് സ്കീമാണ്? ഗാരോക്കി പേച്ചാൻ ചേലിക് നാം, അത് ഉത്തരാഖണ്ഡ് ആണ്. അപ്പൊ ഉത്തരാഖണ്ഡില് ഒരു ഘായുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. ഇതല്ലാണ്ട് നമുക്ക് ക്ലൂസ് ഒക്കെ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഉത്തരാഖണ്ഡ് ആണ്. അപ്പൊ ഘ ഫോർ ഗാരോക്കി പേച്ചൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. അപ്പൊ ആ സ്കീം കൊണ്ടുവന്നത് ഉത്തരാഖണ്ഡ് ആണ് എന്ന് ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. സോ ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ് വൈസ് ന്യൂസുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂസ് ആണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ, റീസെന്റ് ISRO അറിയാം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്, സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ദ അമസോണിയ 1 സാറ്റലൈറ്റ്.
Amazonia 1 satellite along with 18 other passenger satellite. 18 passenger satellite ന്റെ കൂടെ. ഓക്കെ, ആ 18 പാസഞ്ചർ സാറ്റലൈറ്റ് വെച്ചിട്ട് ആമസോണിയ 1 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ISRO ആണ്. അപ്പൊ റീസെന്റ് ISRO സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ആമസോണിയ 1 സാറ്റലൈറ്റ് അലോങ് വിത്ത് 18 അതർ പാസഞ്ചർ സാറ്റലൈറ്റ്. ആമസോണിയ 1 എന്ന് പറയുന്നത് ഏത് കൺട്രിയെ ബിലോങ് ചെയ്യുന്നതാണ്? അതായത് ആമസോണിയ 1 ബിലോങ്സ് ടു കൺട്രി. ഏത് വിച്ച് കൺട്രി? ബ്രസീൽ. അപ്പൊ ബ്രസീലിന്റെ ആണ് ആമസോണിയ 1. അത് ISRO ലോഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ISRO ആമസോണിയ 1 സാറ്റലൈറ്റ് 18 പാസഞ്ചർ സാറ്റലൈറ്റിനോട് കൂടിയിട്ട് ലോഞ്ച് ചെയ്തു. അപ്പൊ അതിൽ ആമസോണിയ 1 എന്ന് പറയുന്നത് ബ്രസീലിന്റെ സാറ്റലൈറ്റ് ആണ് ആമസോണിയ 1 എന്ന് പറയുന്നത്. സോ ബ്രസീലിന്റെ സാറ്റലൈറ്റ് ഇന്ത്യയിൽ വെച്ചിട്ട് ISRO ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. സോ സെക്കൻഡ് ന്യൂസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പ്യൂട്ടർ മേക്കർ ഹാസ് ഡെവലപ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് എവർ കൺസ്യൂമർ PC യൂസിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ ഓഷ്യൻ? ഒരു വളരെ നല്ല മൂവ് ആണ്. നമുക്കറിയാം കടലിൽ കൊണ്ട് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് തള്ളുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഒരു കൺസ്യൂമർ PC ഡെവലപ്പ് ചെയ്തു ഒരു കമ്പ്യൂട്ടർ മേക്കർ. ഏത് കമ്പ്യൂട്ടർ മേക്കർ ആണ്? HP. അപ്പൊ വളരെ നല്ലൊരു മൂവ് ആണ്. HP ഓഷ്യൻസിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ PC ഉണ്ടാക്കുന്നു. അപ്പം അത് നല്ല ഒരു മൂവ് ആണ് HP നടത്തുന്നത്. അപ്പം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ്, ഓഷ്യനിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് HP ആണ്. Third question, which country has successfully launched its first ever Arctic monitoring satellite? So Arctic monitoring satellite, first ever Arctic monitoring satellite ആണ്. അത് ഏത് കൺട്രി ആണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദ്യം. റഷ്യ ആണ് ഈ ആർട്ടിക് മോണിറ്ററിംഗ് സാറ്റലൈറ്റ്. അവരുടെ ആദ്യത്തെ ആർട്ടിക് മോണിറ്ററിംഗ് സാറ്റലൈറ്റ് റീസെന്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്ത രാജ്യം റഷ്യയാണ്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, recently, Indian scientists have designed and developed a low-cost optical spectrograph. Optical spectrograph. Spectrograph is used to measure dash. അപ്പം ഇന്ത്യൻ സയന്റിസ്റ്റ് ഡിസൈൻ ചെയ്തു, ഡെവലപ്പ് ചെയ്തു എന്ത്? കുറഞ്ഞ ഒരു ചീപ്പ് റേറ്റിലുള്ള ഒപ്റ്റിക്കൽ സ്പെക്ട്രോഗ്രാഫ്. അപ്പൊ ഈ സ്പെക്ട്രോഗ്രാഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആസ്ട്രോണോമിക്കൽ സ്പെക്ട്രം മെഷർ ചെയ്യാനാണ് ഈ സ്പെക്ട്രോഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്പെക്ട്രോഗ്രാഫ് റിലേറ്റഡ് ടു സ്പെക്ട്രം എന്ന് ഓർത്തിരുന്നാൽ മതി. അത് ആസ്ട്രോണമിക്കൽ സ്പെക്ട്രം ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു തന്നെ വെക്കുക. സോ സ്പെക്ട്രോഗ്രാഫി ഈസ് യൂസ്ഡ് ടു മെഷർ സ്പെക്ട്രം. വിച്ച് സ്പെക്ട്രം? ആസ്ട്രോണമിക്കൽ സ്പെക്ട്രം. അത് ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ആ ഒരു ലോ കോസ്റ്റ് ഒപ്റ്റിക്കൽ സ്പെക്ട്രോഗ്രാഫ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഇനി നമുക്ക് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് നോക്കാം. First one, who among the following took charge as Western Naval Command Chief? So, Western Naval Command Chief ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? R. ഹരികുമാർ ആണ്. സോ ഇതൊക്കെ പേഴ്സൺസ് ആണ്. അപ്പം ന്യൂസിൽ പേഴ്സൺ ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പം അത് ഓർത്തിരിക്കാൻ നമ്മൾ ക്ലൂസ് വെക്കണം. അപ്പൊ ക്ലൂസ് വെച്ചിട്ടുള്ള വീഡിയോ ഇതിന്റെ പുറകിനുണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾ നമുക്ക് ക്ലൂസ് വെച്ചിട്ട് ഓർത്തിരിക്കാം. ഇപ്പൊ ഓർത്ത് വെച്ചോളുക, വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് R. ഹരികുമാർ ആണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഹരികുമാറിനെ അറിയാവുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാം വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ. സോ സെക്കൻഡ് വൺ, ഹു എമംഗ് ദ ഫോളോയിങ് ഹാസ് ടേക്കൺ ഓവർ ആസ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ? സോ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ജയദീപ് ഭട്നഗർ. ജയദീപ് ഭട്നഗർ ആണ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിലേറ്റഡ് ടു ഭട്നഗർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിലേറ്റഡ് ടു ഭട്നഗർ. ജയദീപ് ഭട്നഗർ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ന്യൂ UN ഗുഡ്വിൽ അംബാസിഡർ? സോ UN ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? നട്ടാലിയ വോഡിയാനോവ. സോ എന്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോ എന്ന് അറിയില്ല, ഇത് നോക്കി വായിക്കാൻ പറ്റുന്ന രീതിയിൽ വായിക്കുവാണ്. നട്ടാലിയ വോഡിയാനോവ എന്ന് പറയുന്ന പേഴ്സൺ ആണ് ഈ UN ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ന്യൂസ്. UN സംബന്ധിച്ചുള്ള ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. സോ UN റിലേറ്റഡ് ടു നട്ടാലിയ. UN റിലേറ്റഡ് ടു നട്ടാലിയ. ഇറ്റ്സ് ഗുഡ്വിൽ അംബാസിഡർ നട്ടാലിയ വോഡിയാനോവ. ഓക്കെ. സോ fourth one, in March 2021, who has been appointed as India's next High Commissioner to Australia?
ഓസ്ട്രേലിയക്കുള്ള ഹൈ കമ്മീഷണർ, ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കുള്ള ഒരു ഹൈ കമ്മീഷണർ. നമുക്കപ്പോൾ ഇത് വേണേൽ ഇന്റർനാഷണൽ ന്യൂസ് ആയിട്ട് കരുതാം, എങ്കിൽ പോലും ഇതൊരു അപ്പോയിന്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹൂ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് നെക്സ്റ്റ് ഹൈ കമ്മീഷണർ ടു ഓസ്ട്രേലിയ? ഓസ്ട്രേലിയക്കുള്ള ഇന്ത്യയുടെ അടുത്ത ഹൈ കമ്മീഷണർ ഇറ്റ്സ് മാൻപ്രീത് വോഹ്ര. അപ്പൊ മാൻപ്രീത് വോഹ്ര എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഓസ്ട്രേലിയക്കുള്ള അടുത്ത ഹൈ കമ്മീഷണർ. അത് പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ 4 അപ്പോയിന്റ്മെന്റ് ആണ് നമുക്ക് ഈ ടൈം ലിമിറ്റിൽ, അതായത് March 1 to 5 ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി റെസിഗ്നേഷൻ ആകുമ്പം 0 ലിസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ ഒരു 1നും 5നും ഇടയ്ക്ക് റെസിഗ്നേഷൻസ് ഒന്നും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിഗ്നേഷൻസ് നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സിന്റെ ലിസ്റ്റിംഗിലും 0 തന്നെയാണ്. ഇനി ഒരു ഡിഫൻസ് ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ്, അതിപ്പോ എയർഫോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്, will participate for the first time in exercise Desert Flag. സോ ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ് ആര്? ഇന്ത്യയുടെ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് IAF. സോ എക്സസൈസ് ഡെസേർട്ട് ഫ്ലാഗ് ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ഇൻ വിച്ച് കൺട്രി? ഏത് രാജ്യത്താണ് ഈ ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുന്നത്? UAE. നമുക്കറിയാം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. സോ റിലേറ്റഡ് ടു സംതിങ് ഡെസേർട്ട്, ആ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. അപ്പം ഡെസേർട്സ് ഒക്കെ ഉള്ളത് ഒരുപാട് അറബ് കൺട്രീസിലാണ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി എക്സസൈസ് ഡെസേർട്ട് ഫ്ലാഗ് ഈസ് റിലേറ്റഡ് ടു UAE. നമുക്ക് ക്ലോസ് വെച്ചിട്ട് പറയുന്ന വീഡിയോസിൽ നമുക്കത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പൊ ഇതാണ് നമുക്ക് ആകെ ഉള്ളൊരു ഡിഫൻസ് ന്യൂസ് March 1 to 5 ഇടയ്ക്കുള്ളത്. സോ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ന്യൂസ് ലിസ്റ്റിംഗ് 0 ആണ്. ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബാങ്കിങ് ആൻഡ് ഫിനാൻസിന്റെ ലിസ്റ്റിംഗും 0 തന്നെയാണ്. സോ ഇനി ഒരു ഒബിച്വറി ഉണ്ട്. അതെന്താ? റീസെന്റ് നന്ദ് കുമാർ സിംഗ്, സോ ഓർത്തിരിക്കുക, നന്ദ് കുമാർ സിംഗ് ചൗഹാൻ പാസ്ഡ് അവേ. സോ ഹി വാസ് എ ഓർ ആൻഡ് ഡാഷ്, ഹീസ് എ പൊളിറ്റീഷ്യൻ. അപ്പൊ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള നന്ദ് കുമാർ സിംഗ് ചൗഹാൻ പാസ്ഡ് അവേ. ഇറ്റ്സ് ആൻ ഒബിച്വറി ന്യൂസ്. അപ്പൊ ഈ പേരൊക്കെ ഓർത്തിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ക്ലൂസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്ലൂ കണ്ടെത്തിയതിന് ശേഷം വീഡിയോസ് ചെയ്യുമ്പോൾ അത് ഓർത്തിരിക്കുക. സോ നന്ദ് കുമാർ സിംഗ് ചൗഹാൻ ഈസ് എ പൊളിറ്റീഷ്യൻ who passed away recently. എപ്പോ? March 1നും 5നും ഇടയ്ക്ക്. ഓക്കെ. സോ ഇനി നമുക്ക് സ്പോർട്സ് ന്യൂസിലേക്ക് പോകാം. റീസെന്റ് ദീപക് കുമാർ, സോ ദീപക് കുമാർ won the silver medal at the 72nd Stranja Memorial Tournament in Sofia, Bulgaria. സോ ബൾഗേറിയയിൽ വെച്ചിട്ട് നടന്ന, സോഫിയ എന്ന് പറയുന്ന സ്ഥലം ബൾഗേറിയയിലാണ്. സോ ബൾഗേറിയയിലെ സോഫിയയിൽ വെച്ച് നടന്ന സ്ട്രാൻജ മെമ്മോറിയൽ ടൂർണമെന്റ്, അതിന്റെ 72ാമത്തെ എഡിഷനിൽ സിൽവർ മെഡൽ നേടിയ ദീപക് കുമാർ. അപ്പൊ ദീപക് കുമാർ സിൽവർ മെഡൽ നേടി 72ാമത്തെ സ്ട്രാൻജ മെമ്മോറിയൽ ടൂർണമെന്റിൽ നടന്നത് സോഫിയ ബൾഗേറിയയിലാണ്. ബട്ട് ദീപക് കുമാർ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ഏതിലാണ് സിൽവർ മെഡൽ നേടിയത്? എന്ത് കാറ്റഗറിയിലാണ് സിൽവർ മെഡൽ നേടിയത്? സോ ബോക്സിംഗിലാണ്. സോ ദീപക് കുമാർ റിലേറ്റഡ് ടു ബോക്സിംഗ്. അപ്പം ഇന്ത്യയുടെ ഒരു ബോക്സിംഗ് ടാലന്റ് ആണ് ഈ ദീപക് കുമാർ. ബൾഗേറിയയിൽ പോയിട്ട് അവിടുത്തെ സ്ട്രാൻജ മെമ്മോറിയൽ ടൂർണമെന്റിൽ സിൽവർ മെഡൽ നേടിയാണ് വന്നിരിക്കുന്നത്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. സോ ദീപക് കുമാർ ഇസ് റിലേറ്റഡ് ടു ബോക്സിംഗ് ആൻഡ് ഹി വൺ എ സിൽവർ മെഡൽ അറ്റ് 72nd സ്ട്രാൻജ മെമ്മോറിയൽ ടൂർണമെന്റ് ഇൻ Sofia, and the Sofia is in Bulgaria. So second one, who has won the gold medal? So നേരത്തെ സിൽവർ മെഡൽ ആണെങ്കിൽ ഇവിടെ ഗോൾഡ് മെഡൽ ആണ്. ഇൻ ദ വിമൻസ് 53 കിലോഗ്രാം കാറ്റഗറി ഓർത്തിരിക്കുക, 53 കിലോഗ്രാം കാറ്റഗറി at outstanding Ukraine wrestlers and coaches memorial. So outstanding Ukrainian wrestlers and coaches memorial. അപ്പൊ യുക്രൈനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ യുക്രൈനെ ബേസ് ചെയ്തിട്ടുള്ള XXIV, അത് അങ്ങനെ തന്നെയാണോ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് റോമൻ ആയിട്ട് വായിച്ചാൽ കുഴപ്പമില്ല, ബട്ട് അതിനെപ്പറ്റി ബോധേഡ് ആവണ്ട. യുക്രൈനിയൻ റെസ്ലേഴ്സ് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ യുക്രൈനിൽ നടന്ന റെസ്ലേഴ്സ് ആൻഡ് കോച്ചസ് മെമ്മോറിയൽ, അത് KYIV. ഈ സ്ഥലത്തിനെ പ്രൊണൗൺസിയേഷൻ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് നമുക്ക് ഇതൊക്കെ ഓർത്തിരുന്നാൽ മതി. സോ യുക്രൈനിൽ ക്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ആ ഒരു യുക്രൈനിയൻ റെസ്ലേഴ്സ് ആൻഡ് കോച്ചസ് മെമ്മോറിയൽ, ആ ഒരു സ്പോട്ട് ഇവന്റിൽ 53 കിലോഗ്രാം കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടിയതാരാണ്? സോ മറ്റാരും ആയിരിക്കില്ല, ഇറ്റ്സ് വിനേഷ് പൊഗട്ട് തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ നമുക്ക് അറിയപ്പെടുന്ന ഒരു റെസ്ലർ ആണ്, 53 കിലോഗ്രാം കാറ്റഗറിയിലുള്ള ഒരു റെസ്ലർ ആണ് വിനേഷ് പൊഗട്ട്. സോ അദ്ദേഹം യുക്രൈനിൽ പോയിട്ട് ഗോൾഡ് മെഡലും കൊണ്ടാണ് വന്നിരിക്കുന്നത്.
നേരത്തെ ദീപക് കുമാർ ബോക്സിങ്ങിന് ബൾഗേറിയയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യുക്രൈനിൽ വിനേഷ് ഫോഗട്ട് പോയി 53 കിലോഗ്രാം കാറ്റഗറിയിൽ ഗോൾഡ് മെഡലും കൊണ്ട് വന്നിട്ടുണ്ട്. സോ തേർഡ് വൺ, ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. So ministry based solution is so important. So Union Ministry of Youth Affairs and Sport has decided to restore recognition of which federation as National Sports Federation. അപ്പൊ നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ ആയിട്ട് ഏതോ ഒന്നിനെ അവർ നേരത്തെ എന്താ പറയുന്നത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു റെക്കഗ്നിഷനിൽ നിന്ന്. അപ്പൊ അവരിപ്പോ അത് റീസ്റ്റോർ ചെയ്യുന്നു. ഏത് ഫെഡറേഷന്റെ ആണ്? ജിംനാസ്റ്റിക് ഫെഡറേഷൻ. നമുക്കറിയാം ക്രിക്കറ്റ് ഫെഡറേഷൻ, ഫുട്ബോൾ ഫെഡറേഷൻ, ഹോക്കി ഫെഡറേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒന്നായിരുന്നു ജിംനാസ്റ്റിക് ഫെഡറേഷൻ. അപ്പൊ അതിനെ എപ്പോഴോ അവർ ആ ഒരു റെക്കഗ്നിഷൻ എടുത്ത് മാറ്റിയിരുന്നു. അതായത് നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ എന്നുള്ള ആ ഒരു റെക്കഗ്നിഷനിൽ എടുത്ത് മാറ്റി. ബട്ട് നൗ ആ ഒരു സ്പോർട്സ് യൂത്ത് അഫയേഴ്സ് മിനിസ്ട്രി വീണ്ടും അതിനെ ആ ഒരു റീസ്റ്റോർ ചെയ്തിരിക്കുകയാണ് ആ ഒരു റെക്കഗ്നിഷനെ. അതായത് നാഷണൽ സ്പോർട്സ് ഫെഡറേഷനായിട്ട് തന്നെ ജിംനാസ്റ്റിക് ഫെഡറേഷനെ അംഗീകരിച്ചു എന്നുള്ള ഒരു ന്യൂസ്. ഫോർത്ത് വൺ, which team has won the 2020-21 ISL League Winners Shield? ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ് ISL ലീഗ് വിന്നേഴ്സ്. അപ്പം ഒരുമാതിരിപ്പെട്ട കളി കണ്ടവർക്കെല്ലാം അറിയാം, ഇറ്റ്സ് മുംബൈ സിറ്റി. മുംബൈ സിറ്റി ആണ് ആ ഒരു ISL ക്യാപ്പ്, അതായത് ലീഗ് വിന്നേഴ്സ് ഷീൽഡ് നേടിയത്. 2021 ISL ഇന്ത്യൻ സൂപ്പർ ലീഗ്. അപ്പൊ അത് ഫുട്ബോൾ ലീഗാണ്. സോ ISLന്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത് മുംബൈ സിറ്റി ആണ്. ഇത്രയാണ് നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ് ലിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇനി ബുക്സ് ആൻഡ് ഓതേഴ്സിൽ who among the following is the author of the book Advantage India, the story of Indian tennis? സുഹൃത്തിരിക്കാൻ എളുപ്പമാണ്. അഡ്വാൻറ്റേജ് ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ടെന്നീസ്. ഇന്ത്യൻ ടെന്നീസിനെ പറ്റിയിട്ടുള്ള ഒരു കഥ അഡ്വാൻറ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയതാരാണ്? ഇസ് ദ ഓതർ ആരാണ്? അനിന്ത്യ ദത്ത. ഓർത്തിരിക്കുക, അനിന്ത്യ ദത്ത ആണ് ഈ ഒരു ടെന്നീസിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി അഡ്വാൻറ്റേജ് ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ടെന്നീസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് അനിന്ത്യ ദത്ത എന്ന് പറയുന്ന പേഴ്സൺ ആണ്. സോ ബുക്സ് ആൻഡ് ഓതേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പൊ ഇത് ഒരു ന്യൂസേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റിൽ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാറ്റഗറീസിലെ ന്യൂസുകളെല്ലാം വീണ്ടും വായിച്ചു നോക്കുക. ഇതിന്റെ റിവിഷനുമായിട്ട് നമ്മൾ പിന്നീട് വരുന്നുണ്ടായിരിക്കും, ഒരു ക്വിസ് സെക്ഷനുമായിട്ട് വരുന്നുണ്ടായിരിക്കും. ആ ടൈമിൽ നമുക്ക് ഈ ന്യൂസുകളെല്ലാം വീണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം മാർച്ച് 1 to 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസസ് ആണ് നമ്മൾ ഇത്രയും നേരം ലിസ്റ്റ് ചെയ്ത് പഠിച്ചത്. ഇനിയും ഒരുപാട് ന്യൂസുകളുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ന്യൂസുകളാണ് നമ്മൾ ഈ റിവിഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ നമുക്ക് മാർച്ച് മുതൽ അങ്ങോട്ട് റിവിഷൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് വരുന്ന മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്. സോ എല്ലാവരും മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും വീണ്ടും വീണ്ടും വീഡിയോ കാണുക, ക്ലൂസ് വെച്ചിട്ട് ഇത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ഈ പേരുകളും അതേപോലെ തന്നെ ഓരോ ന്യൂസിന്റെയും ഹൈലൈറ്റും എല്ലാം നമ്മൾ ഓർത്തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വരുന്ന മെയിൻ എക്സാംസിൽ നല്ലൊരു സ്കോർ കറണ്ട് അഫയറിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതും അതേപോലെ തന്നെ എൻട്രി ഗോൾഡ് ബാങ്കിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എൻട്രി ഗോൾഡ് ബാങ്കിങ്ങും അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. സോ ഇത്രയും ഇന്ന് പറഞ്ഞ കറണ്ട് അഫയർ എല്ലാം കൃത്യമായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കുക. സ്റ്റേ പ്രിപ്പയർഡ് ഫോർ ഓൾ ദി അപ്കമിംഗ് ബാങ്ക് എക്സാംസ്. താങ്ക് യു.